فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അങ്ങനെ ജീവിക്കുവാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാം ചില പ്രത്യേക സമയങ്ങൾക്കും സന്ദർഭങ്ങൾക്കും പ്രദേശങ്ങൾക്കും അതേപോലെ തന്നെ ദിവസങ്ങൾക്കും രാത്രികൾക്കുമെല്ലാം പവിത്രമായ പ്രതിഫലം കൂടുതൽ ലഭിക്കുന്ന അമലുകൾക്ക് സാധാരണയിൽ കൂടുതൽ പ്രതിഫലം ഓഫറുകൾ ചെയ്യുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. അത്തരത്തിലുള്ള വിശുദ്ധമായ പ്രതിഫലം അങ്ങേയറ്റം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓഫർ ചെയ്തിട്ടുള്ള വിശുദ്ധമായ 10 ദിവസത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പണ്ഡിതന്മാരായ ഇബ്നു തൈമിയയും ബുഖാരിയുടെ ഷറഹ് എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനി മുതലുള്ള സലഫികളായ പണ്ഡിതന്മാർ അഖിലവും പ്രാധാന്യപൂർവം എടുത്തു പറഞ്ഞ ഒരു വിഷയം, ഒരു വർഷത്തിലെ ഏറ്റവും വിശുദ്ധമായ പകലുകൾ, ആ പകലുകൾ അത് 10 ദിവസമാണ്. അത് വരുന്നത് വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 10 പകലുകളാണ്. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് വൽ ഫജ്രി വലയാലിൻ അശ്ർ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇന്നഹ അശറ ദിൽഹിജ്ജ. വിശുദ്ധ ഖുർആനിൽ നമ്മൾ സ്ഥിരം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫജ്റിലെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്തിലെ ആദ്യത്തെ ആയത്ത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന
ഒരുപാട് സന്ദർഭങ്ങൾ ഖുർആനിലുണ്ട്. അതിൽ ഒരു സന്ദർഭമാണിത്. പ്രഭാതം തന്നെയാണ് സത്യം. പ്രഭാതം എന്ന് പറയുന്നത് ഓരോ രാത്രി കഴിയുമ്പോഴും നമ്മൾ ഉറക്കിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ പ്രഭാതം എന്നതൊരു സത്യം എന്നതുപോലെ തന്നെ ആ പ്രഭാതത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ്. 10 രാത്രികൾ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇമാം ഇബ്നു തൈമിയ മുതൽ ഇബ്നു ഹജർ അസ്കലാനി വരെയുള്ള മദ്ഹബിൻ്റെ 4 ഇമാമിയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ദുനിയാവിലെ ഒരു വർഷത്തിലെ ഏറ്റവും വിശുദ്ധമായ പകലുകൾ എന്ന് പറയുന്നത് ദുൽഹജ്ജ് 10-ന്റെ 1 മുതൽ 10 വരെയുള്ള പകലുകളാണ്. സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അപ്പോൾ വിശുദ്ധമായ രാത്രികൾ ഏതാണ്? വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും പണ്ഡിതന്മാരുടെ ഇജ്മാഇയായ അഭിപ്രായത്തിൽ നിന്നും 10 വിശുദ്ധമായ രാത്രികൾ എന്ന് പറയുന്നത് റമദാനിലെ അവസാനത്തെ 10 രാത്രികളുമാണ്. ഈ വിഷയം പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഏകദേശം 8-9 ദിവസങ്ങൾക്ക് ശേഷം ദുൽഹജ്ജ് മാസം കടന്നു വരികയാണ്. അപ്പോൾ ആ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും അതിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന മഹത്തായ കാരുണ്യത്തിൻ്റെയും പ്രതിഫലത്തിൻ്റെയും ദിവസങ്ങളെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ആ ദിവസങ്ങളിലെ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാൻ തയ്യാറെടുക്കേണ്ടതിൻ്റെയും ആവശ്യകതയിലേക്ക് സൂചിപ്പിക്കുവാനാണ്. പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും എല്ലാ ആരാധനകളും ഒരുമിച്ച് വരുന്ന 10 ദിവസങ്ങളാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. നമസ്കാരവും സദക്കകളും നോമ്പും ഹജ്ജും ഒരുമിച്ച് വരുന്ന ഒരേ ഒരു അവസരമാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്ന് പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള സമയങ്ങളിൽ ഉംറ വർഷം മുഴുവനും നമുക്ക് ചെയ്യാം. എന്നാൽ ഹജ്ജ് നിർണയമാക്കപ്പെട്ട ദുൽഹജ്ജ് മാസത്തിലെ 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഹജ്ജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമസ്കാരം അതിൻ്റെ വക്തുകൾ നിശ്ചയിക്കപ്പെട്ടതുപോലെ എല്ലാ ദിവസവും നമുക്ക് നമസ്കരിക്കാം. സുന്നത്ത് നമസ്കാരങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാം. നോമ്പ് ഫർളാക്കപ്പെട്ട റമദാനിൽ നിർബന്ധമായി അനുഷ്ഠിക്കുന്നതോടൊപ്പം സുന്നത്താക്കപ്പെട്ട എല്ലാ നോമ്പുകളും ആഴ്ചകളിലും ദിനങ്ങളിലുമൊക്കെ കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭം ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ഈ ദിവസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും അതിലെ അമലുകൾക്ക് 1 മുതൽ 7 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലവും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. കാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, മാമിൻ അയ്യാമിൽ അമലു അസ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഫഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ മിൻ ദാലിക ബിശൈഇൻ. സഹീഹ് തിർമിദിയിലെ ഉള്ളൊരു സ്വഹീഹായ ഹദീസാണ്. ഈ ഹദീസിൻ്റെ വിശദീകരണമായിട്ട് ഇങ്ങനെ പറയുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടായിരുന്ന സഹാബികളെല്ലാവരോടും പറഞ്ഞു, ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതായ യാതൊരു കർമ്മങ്ങളുമില്ല. അപ്പം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഏതെല്ലാമാണ് അത് ചെയ്യുന്നത് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ്. ഇതിനപ്പുറത്തുള്ള ഒരു അമലുകളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടില്ല. അപ്പോൾ 1 മുതൽ 10 വരെ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ട് മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ ഈ 10 ദിവസം ചെയ്യുന്ന അമലുകൾ ആണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടത്, പ്രതിഫലം ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ
കാര്യമാകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹാബത്ത് ഇങ്ങനെ ചോദിച്ചു. സ്വാഭാവികമായും ഇസ്ലാമിലെ ഏറ്റവും വലിയ പുണ്യം ലഭിക്കുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ജിഹാദ്. ആ ജിഹാദിനേക്കാളും വലിയ പ്രതിഫലമാണോ പ്രവാചകരെ ഈ 10 ദിവസങ്ങൾ അനുഷ്ഠിക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റു സന്ദർഭങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന ജിഹാദിന് പോലും ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങളുടെ അത്രയും ശ്രേഷ്ഠതയില്ല. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ജിഹാദിനേക്കാളും പ്രതിഫലമുണ്ട്. ഒരാൾ തൻ്റെ ജീവനും ധനവുമെല്ലാമായി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പുറപ്പെടുകയും എന്ന് പറഞ്ഞാൽ ജിഹാദിനായി പുറപ്പെടുകയും ശേഷം ഒന്നും തിരികെ പൂർണ്ണമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്താൽ ഒഴികെ സ്വന്തം സ്വത്തും അദ്ദേഹത്തിൻ്റെ ജീവനുമായി ജിഹാദിന് പുറപ്പെടുകയും ഒന്നുമില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷഹീദായി അങ്ങനെ വരുന്ന ഒരു മുജാഹിദിന് മാത്രമേ അതിൽ എന്തെങ്കിലും പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള എല്ലാ അമലുകൾക്കും, നോമ്പാകട്ടെ, നമസ്കാരമാവട്ടെ, ഹജ്ജാവട്ടെ, സ്വതക്കയാവട്ടെ, പ്രാർത്ഥനകളാവട്ടെ, എല്ലാ ഇബാദത്തുകൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ 10 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് ഇനി കടന്നു വരുന്നത്. ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെ ഒരുപാട് ദുആ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒരുപാട് നോമ്പ് പിടിക്കേണ്ടതുണ്ട്. 1 മുതൽ 9 വരെ. അതിൽ 9ാമത്തെ ദിവസമായ അറഫ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമസ്കാരം, രാത്രി നമസ്കാരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, ദോഷങ്ങൾ മുഴുവനും പുറത്തു തരുവാനായി രാവിൻ്റെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി വിതുമ്പുന്ന മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്ന മുഅ്മിനുകളുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്ന പ്രത്യേകമാക്കപ്പെട്ട 10 ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി റമദാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പോലും ഈ ഒരു ശ്രേഷ്ഠത പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചേർത്ത് വായിക്കേണ്ടതാണ്. പണ്ഡിതന്മാർ പറയുന്നു, റമദാനിൽ നമ്മൾ ഈമാനോടും ഇഹ്തിസാബോടും പ്രതിഫലം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിന്ന് നമസ്കരിച്ചാൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. എന്നാൽ ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഓഫറുകൾ അതിനേക്കാളും വലുതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ പകലുകളെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതായി കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു, കാല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അന്ന അയ്യാമു അശ്റ ദിൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ വലയാലി അൽ അശ്രി മിൻ റമദാൻ അഫ്ളലു മിൻ ലയാലിൽ അശ്രി മിൻ ദിൽഹിജ്ജ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു, റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസത്തിലെ പകലുകൾ. എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യ 10 രാത്രികളേക്കാൾ ശ്രേഷ്ഠമാണ് റമദാനിലെ അവസാന 10 രാത്രികൾ. മനസ്സിലായോ? സംശയമുണ്ടോ? ദുൽഹജ്ജ് മാസത്തിലെ പകലിനാണ് പ്രത്യേകത. റമദാനിലെ അവസാനത്തെ 10 ദിവസത്തെ രാത്രികൾക്കാണ് പ്രത്യേകത. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, വിശുദ്ധ ഇസ്ലാമിൽ ചില പ്രത്യേക സന്ദർഭങ്ങൾക്കും സമയങ്ങൾക്കും പകലുകൾക്കും രാത്രികൾക്കും മറ്റെങ്ങുമില്ലാത്ത വിധത്തിൽ പ്രത്യേകമാക്കപ്പെട്ട പദവികളും പ്രത്യേകതകളുമുണ്ട്. അങ്ങനെയുള്ള പകലുകളിലെ 10 പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയും രാത്രികളിലെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് റമദാനിലെ അവസാനത്തെ 21 മുതൽ 30 വരെയുള്ള ദിവസങ്ങളുമാണ്. ഇതാണ് ഈ വിഷയത്തിൻ്റെ കാതൽ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ. ദുനിയാവിൽ ഏറ്റവും മഹത്തായ ഇഹലോകങ്ങളിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങളാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാമിൻ അയ്യാമി അഅ്ലമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹിൽ അമലു
ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ വതക്ബീർ വതഹ്മീദ്. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളെക്കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുകയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠവും സൽക്കർമ്മം ചെയ്യുവാൻ ഏറ്റവും ഇഷ്ടകരവുമായ മറ്റൊരു ദിവസമില്ല. അപ്പോൾ ദുനിയാവിലെ ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ദിനങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. അതിനാൽ ഈ ദിവസങ്ങൾ നിങ്ങൾ തഹ്ലീല്, തക്ബീർ, തഹ്മീദ് വർദ്ധിപ്പിക്കുക. എന്താ തഹ്ലീല്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് തഹ്ലീല്. തക്ബീർ എന്ന് പറയുന്നത് അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. ഇനി തഹ്മീദ് എന്ന് പറയുന്നത് അൽഹംദുലില്ലാ എന്നുള്ളത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ എന്നീ 3 ദിക്റുകൾ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള പകലുകളിലും രാത്രികളിലും നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. ഈ ദുൽഹജ്ജിലെ 10 ദിനരാത്രങ്ങൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ എന്താണ് എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വം ഈ 10 ദിവസങ്ങൾക്ക് വരാനുള്ള കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. സഹീഹുൽ ബുഖാരി ഒരു ഷറഹുണ്ട്, അതിൻ്റെ ഒരു വിശദീകരണമുണ്ട്. പിന്നെ അതിൻ്റെ പേരാണ് ഫതഹുൽ ബാരി എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കർ റഹിമഹുല്ലാ പറയുന്നു, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ പ്രത്യേകമാകാനുള്ള കാരണമായി പ്രകടമാകുന്നത് നമസ്കാരം, നോമ്പ്, ധർമ്മം, ഹജ്ജ് തുടങ്ങിയ ഇസ്ലാമിലെ എല്ലാ അടിസ്ഥാന ആരാധനകളും ഒരുമിച്ച് കൂടുന്നു എന്നതാകും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഉംറ എല്ലാ സമയത്തും ചെയ്യാം, നമസ്കാരം ഏത് സമയത്തും ചെയ്യാം, നോമ്പ് ഏത് സമയത്തും നമുക്ക് പിടിക്കാം. പക്ഷേ ഹജ്ജിന് കൃത്യമായി നിർണയിക്കപ്പെട്ട ആ സമയത്ത് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ദുൽഹജ്ജ് 1 മുതൽ 12 വരെയുള്ള അല്ലെങ്കിൽ 10 വരെയുള്ള ആ ദിവസങ്ങൾക്കാണ് ദുനിയാവിൽ ഏറ്റവും പ്രധാനപ്പെട്ട പകലുകളെന്ന് അള്ളാഹുവും റസൂലും പറഞ്ഞു. റമദാനിലെ അവസാനത്തെ 10 ദുൽഹജ്ജിലെ ആദ്യത്തെ 10 കൂടുതൽ ശ്രേഷ്ഠമെന്ന് ചോദ്യത്തിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞൊരു ഉത്തരം, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 പകലുകൾ റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠവും റമദാനിലെ അവസാനത്തെ 10 രാവുകൾ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 രാവുകളേക്കാൾ ശ്രേഷ്ഠവുമാണ്. ഇനി ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരമല് അത് ഹജ്ജാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആമി ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസ വൽ ഫഖീർ ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആമി ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. സൂറത്ത് ഹജ്ജിലെ 27-ാമത്തെയും 28-ാമത്തെയും ആയത്തുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അതിറങ്ങിയ ഈ ആയത്തിറങ്ങിയ അന്ന് മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ ആളുകളോടും ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. എന്തെന്ന്? ഹജ്ജിനായി ജനങ്ങൾക്കിടയിൽ നീ വിളംബരം ചെയ്യുക. നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, ഇബ്രാഹിം നബി ഹജ്ജിനായി വിളംബരം ചെയ്യുകയും വിളിക്കുകയും ചെയ്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വിളി കേട്ടവർക്കാണ് ഹജ്ജും ഉംറയ്ക്കും പോകാൻ ഭാഗ്യം ലഭിക്കുന്നത്. അങ്ങനെ ഭാഗ്യം ലഭിക്കുന്ന മഹാ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു
നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഹജ്ജിനായി ജനങ്ങൾക്കിടയിൽ നീ വിളംബരം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ദൂരദിക്കുകളിൽ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ കാൽനടയായും മെലിഞ്ഞു ഒട്ടിയ ഒട്ടകപ്പുറത്തും നിന്റെ അടുക്കൽ വന്നെത്തും. അപ്പോൾ ഈ ഒരു വിളംബരം അങ്ങ് നടത്തിയാൽ മതി. ഇത് കേൾക്കുന്ന ലോകാവസാനം വരെയുള്ള ആളുകൾ ആ കാലഘട്ടത്ത് കാൽനടയായിട്ടും പിന്നീട് ഒട്ടകങ്ങൾക്ക് പുറത്തും ഇപ്പോൾ യാത്രാമാർഗങ്ങൾ ഏതെല്ലാം രൂപത്തിൽ വികസിച്ചിട്ടുണ്ടോ ആ രൂപത്തിലെല്ലാം ഈ കഅബത്തിങ്കിലേക്ക് വന്നെത്തും. അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലി മൃഗങ്ങളെ നിശ്ചിത ദിവസങ്ങളിൽ അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലി കഴിക്കുവാനും വേണ്ടിയത്രേ ഈ ആഹ്വാനം, ഈ ജനങ്ങൾക്കിടയിലുള്ള വിളംബരം. ഇനിയോ അങ്ങനെ അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകയും പരവശനും ദരിദ്രനുമായിട്ടുള്ളവന് ഭക്ഷിക്കുവാൻ കൊടുക്കുകയും ചെയ്യുക. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ആ വിളിയുടെ ഉത്തരമായി ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള സകല വിശ്വാസികളും മക്കയിൽ എത്തി ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് സ്ഥിരം കാണുകയാണ്. ഈ വചനത്തിൽ പരാമർശിക്കപ്പെട്ട നിശ്ചിത ദിവസങ്ങൾ അയ്യാമിൻ മഅലൂമാത്ത്, അതാണ് നമ്മളെ വിഷയം. ഈ നിശ്ചിത ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി പുണ്യകരമായ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളിലെ അമലുകൾ എന്തൊക്കെയാണ്? ഈ 10 ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതായിട്ട് വരുന്നത് ഹജ്ജും ഉംറയുമാണ്. രണ്ടാമതായിട്ട് വരുന്നത് 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ, പ്രത്യേകിച്ച് 9-ാം തീയതി വരുന്ന അറഫ ദിവസത്തെ നോമ്പ്. അപ്പോൾ 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് 10 മുതൽ 13 വരെ ദുൽഹിജ്ജ, ഈദും ഉദ്ഹിയത്തും. ദുൽഹിജ്ജ 10-നാണ് പെരുന്നാൾ. അതിനുശേഷം ബാക്കിയുള്ള 11, 12, 13 ദിവസങ്ങളിൽ ജംറയിൽ കല്ലെറിയുക. ഹജ്ജിന് പോയവർക്കറിയാം, ഇവിടെ കൂടിയിരിക്കുന്നതിൽ പലരും ഹജ്ജും ഉംറയൊക്കെ ചെയ്തവരാണെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ആ ദിവസങ്ങളിൽ അമലുകൾ 10 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ പെരുന്നാൾ, ഉദ്ഹിയത്തൊക്കെയാണ്. ഇനി 4, ഇത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണ് ദാനധർമ്മവും കുടുംബ സന്ദർശനവും. പക്ഷേ ഈ 10 ദിവസങ്ങളിൽ ഇതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. പെരുന്നാൾ ദിനങ്ങളിൽ കൂട്ടുകുടുംബാദികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ ഇവരെയൊക്കെ നമ്മൾ സന്ദർശിക്കുക, കൂടുതൽ ദാനം ചെയ്യുക. ഇനി 5-ാമത്തെ ഇതുണ്ട് തക്ബീർ. നമ്മൾ നേരത്തെ പറഞ്ഞു തഹ്ലീൽ, തസ്ബീഹ്, തഹ്മീദ് ഇതൊക്കെ വർദ്ധിപ്പിക്കണം. ഈ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ തക്ബീർ ചൊല്ലുക, തഹ്മീദ് ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, തഹ്ലീൽ ചെയ്യുക. ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മൾ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കരുത്. നാവ് എപ്പോഴും നനവുള്ളതായിരിക്കണമെന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നാവ് അതേപോലെ തന്നെ ചുണ്ടുകളിൽ എപ്പോഴും ദിക്റിൻ്റെ മന്ത്രങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെയോ ദൈനംദിന നമസ്കാരവും ഖുർആൻ പാരായണവും ഇതിൻ്റെ ഒപ്പം. അപ്പോൾ 6 കാര്യങ്ങളാണ് ഈ 1 മുതൽ 10 ദിവസങ്ങൾ വരെയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത്രയും ശ്രേഷ്ഠമായ ദിവസങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിവസങ്ങളിലെ ശ്രേഷ്ഠമായ ഒരു ഭാഗത്താണ് വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്. ഈ പ്രത്യേകമായ ദിവസങ്ങൾ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ സ്മരിച്ചില്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ലഭിക്കാൻ നമുക്ക് കിട്ടേണ്ടിയിരുന്ന പ്രതിഫലം മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനിയോ വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്തിൻ, അറിയപ്പെടുന്ന ദിവസങ്ങൾ അവർ അള്ളാഹുവിനെ സ്മരിക്കാനുണ്ട്. 1 മഅദൂദാത്തിന് എണ്ണപ്പെട്ട ദിവസങ്ങളാണ്, 1 മുതൽ 10 വരെയാണ്. പിന്നൊന്ന് മഅലൂമാത്ത്, അത് അറിയപ്പെട്ടതാണ്. എണ്ണപ്പെട്ടതും അറിയപ്പെട്ടതുമായ ദിവസങ്ങളിലാണ് ഈ അള്ളാഹുവിനെ സ്മരിക്കേണ്ടത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ തഹ്ലീൽ, തഹ്മീദ്, തക്ബീറൊക്കെ ചെയ്യേണ്ടതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിനടുത്ത് ഈ 10 ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റു ദിനമോ അതിലുള്ള കർമ്മത്തേക്കാൾ ഉത്തമമായ കർമ്മമോ ഇല്ല. അതുകൊണ്ട് അതിൽ നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും അധികരിപ്പിക്കുക. ദുൽഹജ്ജിലെ ആദ്യ 10 ദിനങ്ങളെ തക്ബീർ കൊണ്ട്
സജീവമാക്കുവാൻ മുൻഗാമികൾ ഏറെ ശ്രദ്ധ കൊടുത്തിരുന്നതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അതിലൊരു സംഭവം അവർ പറയുന്നത്, ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, ഇബ്നു ഉമർ അബാ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ കാന യഖ്റുജാനി ഇല സൂഖി ഫയുകബ്ബിറാനി വയുകബ്ബിറുന്നാസു ബിതക്ബീറുഹുമാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഒച്ചത്തിൽ തക്ബീറുകൾ ചൊല്ലുമായിരുന്നു. ഇവരുടെ ഈ തക്ബീറുകൾ കേട്ടിട്ട് അവിടെ ആ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ സൂക്കിലുണ്ടായിരുന്ന എല്ലാ ആളുകളും ഈ 10 ദിവസങ്ങളിൽ തക്ബീറുകൾ ചെല്ലുമായിരുന്നു. അപ്പോൾ തക്ബീർ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായിരുന്നു എന്ന് ഹദീസുകളിലെ ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ നിർവഹിക്കാവുന്ന മഹത്തായ ഒരു ഇബാദത്താണ് നോമ്പ്. നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു വിശുദ്ധ ദിവസങ്ങൾ കടന്നു വരുമ്പോൾ സത്യവിശ്വാസികളും നാളെ സ്വർഗം ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് അതിലേറ്റവും വലിയൊരു ഇബാദത്താണ് നോമ്പ്. അള്ളാഹു പറഞ്ഞ ഏറ്റവും വലിയ ഇബാദത്തുകൾ ഒന്ന് നോമ്പിനെ കുറിച്ച് പറഞ്ഞത്. മറ്റെല്ലാ അമലുകൾക്കും പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നോമ്പ് അതിൻ്റെ പ്രതിഫലം നാമാണ് നൽകുന്നത്. ഇപ്പോൾ ഒരു രാജാവ് ഒരു പ്രതിഫലം നൽകുക എന്ന് പറയുന്നത് 1 രൂപയോ 2 റിയാലോ ഒന്നും ആയിരിക്കില്ല. ആ രാജാവിൻ്റെ പദവിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനും മഹത്വത്തിനൊക്കെ ഉള്ള ആ ഒരു രൂപത്തിലായിരിക്കും പ്രതിഫലം കൊടുക്കുന്നത്. വിളിച്ചിട്ട് ഓരോ റിയാൽ കൊടുക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് ലോകസൃഷ്ടാവായ ഈ ലോകം മുഴുവനും പരിപാലിക്കുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഒരു ഓഫറാണ് നോമ്പിന് നാമാണ് പ്രതിഫലം നൽകുന്നത്. ആ പ്രതിഫലം ലഭിക്കുവാൻ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക. ദുൽഹിജ്ജ 10 എന്നത് നോമ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റു സൽക്കർമ്മങ്ങൾ വ്യത്യസ്തമായി അന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല, കാരണം അന്ന് പെരുന്നാളാണ്. ദുൽഹജ്ജ് 10 പെരുന്നാളായതുകൊണ്ട് ബാക്കിയുള്ള 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലാണ് നോമ്പ് പിടിക്കേണ്ടത്. അതിൽ 9ാമത്തെ ദിവസം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അന്നാണ് അറഫാ നോമ്പ്. അറഫാ നോമ്പിൻ്റെ പുണ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം, അത് പുറകെ വരുന്നുണ്ട്. എന്നാൽ ഇമാം നബവി പറഞ്ഞു ഈ ദിവസങ്ങൾ നോമ്പെടുക്കൽ ശക്തമായ സുന്നത്താകുന്നു, പ്രത്യേകിച്ച് അറഫാ ദിനത്തിൽ, അതായത് ദുൽഹജ്ജ് 9-ന്. ഇബ്നു ഉമർ, ഇബ്നു സിരീൻ, ഖത്താദ, മുജാഹിദ് തുടങ്ങിയ സഹാബികൾ സലഫുകളും ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള നോമ്പെടുക്കുന്നത് പുണ്യകരമാണെന്ന അഭിപ്രായക്കാരാണ്. ദുൽഹിജ്ജ 9 ദിവസവും നോമ്പ് തോൽക്കൽ അനുവദനീയമാണെന്നാണ് 4 മദ്ഹബിൻ്റെയും ഇമാമിങ്ങളുടെ അഭിപ്രായം. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി മദ്ഹബുള്ള ഇമാമിയങ്ങൾ മുഴുവനും ഈ 9 ദിവസം നോമ്പെടുക്കുന്നതിന് ഏകാഭിപ്രായക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി സുന്നത്തിലേക്ക് വരുമ്പോൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നുവെന്ന് സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുണ്ട്. അൻ ഇംറഅതിഹി അൻ ബഅദി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ. അള്ളാഹുവിൻ്റെ റസൂൽ ദുൽഹജ്ജിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യമാര് റിപ്പോർട്ട് ചെയ്തതായിട്ട് സുനൻ അബൂദാവൂദിൽ സഹീഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറഫാ നോമ്പ് ഇബ്നു ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമി അറഫ ഫഖാല യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ. അറഫാ ദിവസത്തെ നോമ്പ്, ദുൽഹജ്ജ് 9 പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ നോമ്പിന് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെ 2 വർഷത്തെ ബോണസായിട്ടുള്ള, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ തൻസീലാത്ത് എഴുതി വെക്കുന്ന സെയിൽ ഓഫർ ഇടുന്ന പോലെ 2 വർഷത്തെയും കഴിഞ്ഞു പോകുന്നതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെടും. വലിയൊരു ഓഫറാണ്. നമുക്ക് എന്തൊക്കെ പാപങ്ങളാണ് നമ്മൾ ചെയ്തതെന്ന് ഒരുപക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ അറഫയിലും നമ്മുടെ ജീവിതം അള്ളാഹു നീട്ടി തരുമ്പോൾ അറഫാ ദിവസത്തെ നോമ്പ് പിടിക്കുമ്പോൾ കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയാണ്. ഒരു അറഫ നോമ്പ് പിടിച്ചിട്ട് അടുത്ത അറഫയിലേക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ വിധിപ്രകാരം മരണപ്പെട്ടു പോവുകയാണെങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ടാണ് അവർ മരണപ്പെടുന്നത്. മലായിക്കത്തുകൾ വന്ന് സന്തോഷത്തോടു കൂടിയാണ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സ്വർഗത്തിലേക്ക് നല്ല നിലക്ക് പോകുവാൻ അറഫ നോമ്പ് എല്ലാവരും കഴിവിൻ്റെ പരമാവധി 1 മുതൽ 9 വരെയുള്ള നോമ്പുകൾ അനുഷ്ഠിക്കുക. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ തയ്യാറാകുക. നമ്മൾ മനസ്സിൽ കരുതുക, മിനിമം
അറഫ നോമ്പെങ്കിലും ഞാൻ ഇത്തവണ പിടിക്കും. എല്ലായ്പ്പോഴും നമ്മൾ പിടിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. എന്നാലും ഈ വർഷത്തെ അറഫ നോമ്പിന് എനിക്ക് പിടിച്ചു വീട്ടുവാൻ തൗഫീഖും ആഫിയത്തും നൽകണമേ എന്ന് എല്ലാ നമസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ ഒരു ഓഫർ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട് വിശുദ്ധരായി നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇനി അറഫാ ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും ദിനമാണ് അറഫ. അന്നേ ദിവസത്തിൽ നരകമോചനം ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ്. അറഫാ ദിനത്തിൽ രാവിലെ മുതൽ നമ്മൾ നരകമോചനത്തിൽ അള്ളാഹുവെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ, എന്നെയും കുടുംബത്തെയും എൻ്റെ ഇഷ്ടപ്പെട്ടവരെ ഞാൻ സ്നേഹിക്കുന്നവരെയും എന്നെ സ്നേഹിക്കുന്നവരെയും ഞാൻ സഹായിക്കുന്നവരെയും എന്നെ സഹായിച്ചവരെല്ലാം നീ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് റസൂലാണ് പറഞ്ഞത്. ഇനിയോ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഏറെ ഇടയുള്ള ഒരു ദിനം അറഫാ ദിനത്തേക്കാൾ മറ്റൊന്നില്ല. അറഫാ ദിനത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് കരുണ ചെയ്തിട്ട് ആ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നോമ്പനുഷ്ഠിച്ചിരിക്കുന്ന നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ദിവസമാണ് എന്ന് ആയിഷ ബീവി പറഞ്ഞു. അവൻ അവരോട് അടുക്കുകയും മലക്കളോട് അവരെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അവരെന്താണ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയും ചെയ്യും. അള്ളാഹു അറഫയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അന്ന് മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളും അറഫയിൽ നിൽക്കുമ്പോൾ മലക്കുകളോട് പറയും, നിങ്ങളല്ലേ അന്ന് മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ ഭൂമിയിൽ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ഈ ആളുകളെ എന്തിനാണ് സൃഷ്ടിക്കുന്നതെന്ന് അള്ളാഹു എന്ന് ചോദിച്ചില്ലേ? ആ ചോദിച്ച ആളുകളാണ് ഇപ്പോൾ നോക്കൂ വെള്ള വസ്ത്രധാരികളായി ആകാശത്തേക്ക് കൈയുയർത്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൂടി ഇവിടെ എന്നോട് പ്രാർത്ഥിക്കുന്ന ഈ ആളുകളെ, ഈ സമൂഹത്തെ, ഈ പുരുഷാരത്തെ നിങ്ങൾ കാണുന്നില്ലേ? അവരെന്താണ് ആവശ്യപ്പെടുന്നത് അതെല്ലാം ഞാൻ കൊടുക്കുമെന്ന് അള്ളാഹു മലക്കുകളോട് നമ്മളെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നൊരു ദിവസമാണ് അറഫാ ദിനം. അറഫയിൽ ഒരുമിച്ച് കൂടുന്നവരെ അള്ളാഹു പ്രശംസിച്ച് പറയുകയും അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതവർക്ക് നൽകപ്പെടുകയും ചെയ്യുമെന്നർത്ഥം. അപ്പോൾ അറഫയിൽ നിൽക്കുന്ന ആളുകളും ലോകത്തുള്ള മനുഷ്യർക്ക് അള്ളാഹുവിനോട് എന്തൊക്കെ അന്ന് ചോദിക്കുന്നു അതിനെല്ലാം അള്ളാഹു ഉത്തരം നൽകും. ഒരു ദുആയുടെ ഉത്തരം കിട്ടുക എന്നത് ചിലപ്പോൾ ചോദിച്ചത് കിട്ടും, ചിലപ്പോൾ അതിന് പകരം നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരും. ഇതല്ലെങ്കിൽ നാളെ പരലോകത്ത് അതിൻ്റെ മഹത്തായ പ്രതിഫലം എന്താണെങ്കിലും പ്രാർത്ഥന സ്വീകരിക്കും. അതിൻ്റെ ഉത്തരം ഏത് രൂപത്തിലാണ് വരുമെന്നുള്ളത് അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അറഫാ ദിനത്തിൽ നമുക്ക് എന്തൊക്കെ വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെരുപ്പിട്ടുണ്ട് പോയി വാറ് പൊട്ടിപ്പോയി, അതിൻ്റെ ഇത് പൊട്ടിപ്പോകുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ഉപ്പ് തീർന്നു പോയി, അതും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അറഫാ ദിനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അള്ളാഹു ഉത്തരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ്. ഏറെ ശ്രേഷ്ഠകരമായ അറഫാ ദിനത്തിൽ നോമ്പ് നോൽക്കുന്നത് ഹാജിമാരല്ലാത്തവർക്ക് പ്രബലമായ. അപ്പോൾ ഹാജിമാർക്ക് അന്ന് നോമ്പ് നോക്കേണ്ടതില്ല. അറഫയിൽ കൂടാത്ത ഹജ്ജ് ചെയ്യാത്ത ലോകത്തിലെ എല്ലാ ആളുകൾക്കുമാണ് അന്ന് അറഫാ നോമ്പുണ്ടാകുന്നത്. ഇനി അറഫാ നോമ്പിൽ 3 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്താണ്? ദുആ. വെറുതെ രാവിലെ മുതൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ചൂട്, AC-യുടെ നല്ല തണുപ്പിൽ രാവിലെ സുബഹി നിസ്കരിച്ച് കിടക്കുന്നു, ളുഹർ നിസ്കരിക്കുന്നു, വീണ്ടും കിടക്കുന്നു, അസ്ർ നിസ്കരിക്കുന്നു, വീണ്ടും കിടക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു അഴകുഴമ്പൻ നോമ്പായി പോകരുത്. മറിച്ച് സമയവും സന്ദർഭവും അനുസരിച്ച് കൂടുതൽ ദുആ ചെയ്യണം. നോമ്പ് എന്തായാലും ഉണ്ടാവും. പിന്നെയോ ദിക്ർ. എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫാ ദിനത്തിലെ ഏറ്റവും നല്ല പ്രാർത്ഥന ഞാനും എൻ്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് ഈ ഒരു പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന അറഫാ ദിനത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചു. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥന നമ്മൾ അറഫാ ദിനത്തിൽ പ്രാർത്ഥിക്കണം. ബാക്കി പ്രാർത്ഥനകളോടൊപ്പം എന്തായാലും പ്രാർത്ഥിക്കാതിരിക്കരുത്.
ഉത്കൃഷ്ടമായ ദിവസങ്ങളിൽപ്പെട്ടതാണ് അറഫാ ദിനം. അത് ഇസ്ലാമിനെ അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. അറഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന പോലെ ഒരു സ്ഥലത്തും മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്നില്ല. ഇവിടെ വെച്ചല്ലാതെ അവരിൽ ചിലരെ അറിയുന്നില്ല. അറഫാ ദിനം ഭക്തിയുടെയും കണ്ണീരിൻ്റെയും ദിനമാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസം. എന്താണ് അറഫയ്ക്ക് ദിനത്തിൽ ഇത്രയും ശ്രേഷ്ഠത വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം അന്ന് പൂർത്തിയായ ദിവസമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദിവസം ഇസ്ലാം ദീനിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കുകയും തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തോടൊപ്പം അന്ന് സംഘടിക്കപ്പെട്ട 1,00,000-ൽ പരം അനുയായികൾക്കും സാക്ഷിയായിക്കൊണ്ട് ഇറക്കപ്പെട്ടു ഈ ആയത്ത്. അപ്പോൾ ഇസ്ലാം മതവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പൂർത്തിയാക്കിയ ഒരു ദിവസമാണ്. രണ്ടാമത്തത് മുസ്ലിങ്ങളുടെ പെരുന്നാൾ ദിവസമാണ്. മൂന്നാമത്തത് അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചൊരു ദിവസമാണ്. നാലാമത്തത് അള്ളാഹു ആദം സന്തതികളിൽ നിന്ന് കരാർ വാങ്ങിയൊരു ദിവസമാണ്. 5 പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും അറഫയിൽ നിൽക്കുന്നവരെ കൊണ്ട് അള്ളാഹു അഭിമാനം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ജൂതൻ പറഞ്ഞ ഒരു സന്ദർഭമാണ് ഇത് വിശദീകരിക്കാൻ സമയമില്ല, എന്നാൽ അതുകൊണ്ട് അതിൻ്റെ ചുരുക്കം പറയാണ്. ഒരു ജൂതൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അമീറുൽ മോമിനീൻ, നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു ആയത്തുണ്ട്. അത് ഞങ്ങൾ ജൂതന്മാർക്കാണ് ഇറങ്ങിയിരുന്നെങ്കിൽ അത് ഇറങ്ങിയ ദിവസത്തെ ഞങ്ങളൊരു ആഘോഷ ദിനമാക്കാൻ അടിച്ചു പൊളിക്കുമായിരുന്നു എന്നാണ് ജൂതൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു ഏതാണ് ആയത്ത്? അപ്പോൾ ഈ ജൂതൻ പറഞ്ഞ മറുപടിയാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പറഞ്ഞ ആയത്തുണ്ടല്ലോ അത് ഏത് സമയത്താണ് ഇറങ്ങിയതെന്നും ആർക്കാണ് ഇറങ്ങിയതെന്നും എവിടെ വെച്ചാണ് അത് ഇറങ്ങിയതെന്നും എല്ലാം ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. മാത്രമല്ല അന്നേ ദിവസം ഞങ്ങളത് വലിയൊരു ആഘോഷം, ഹജ്ജിൻ്റേതായ ആഘോഷത്തിലാണ്. തൊട്ടുപിറകെ വരുന്ന പെരുന്നാളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ അറഫാ ദിനത്തിൻ്റെയും പെരുന്നാൾ ദിവസത്തിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ച് ജൂതൻ വന്ന് പറഞ്ഞതിന് മറുപടിയായി പറഞ്ഞു എന്ന് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹിബിനെ ഖുറത്ത് നിവേദനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയ ദിവസം ബലിപെരുന്നാൾ ദിവസമാകുന്നു. അതിൻ്റെ കാരണം അന്ന് ബലി അറുക്കുന്നു, ആളുകൾ ആഘോഷിക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ആഘോഷിക്കുകയും ഹജ്ജ് ചെയ്യുകയെല്ലാം ചെയ്യുന്ന ബലിപെരുന്നാൾ ദിവസമാകുന്നു ഏറ്റവും ശ്രേഷ്ഠ. അതിനുശേഷം തൊട്ടടുത്ത മഹത്വമേറിയ ദിവസം എന്ന് പറയുന്നത് യൗമുൽ ഖർ അല്ലെങ്കിൽ ബലിപെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാകുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉദ്ഹിയത്തിനെ കുറിച്ച് കഴിഞ്ഞ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പെരുന്നാൾ അല്ല 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട അമലുകളിൽ ഹജ്ജും അറഫാ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് ഉദ്ഹിയത്താണ്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തിരുന്നു, അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ഉദ്ഹിയത്തിൻ്റെ പ്രാധാന്യം മാത്രം പറയുകയാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് കഴിവുണ്ടായിരുന്നിട്ടും ഉദ്ഹിയത്ത് നിർവഹിക്കാത്തവർ നമ്മുടെ പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് വരേണ്ടതില്ല. മുസ്ലിം സൊസൈറ്റിയിൽ മെമ്പറാകുവാൻ അത്തരം ആളുകൾക്ക് യാതൊരു അർഹതയുമില്ല. സാമ്പത്തികമായി ഉദ്ഹിയത്ത് അറുക്കുവാൻ ശേഷിയുണ്ടായിട്ട് അത് ചെയ്യാത്ത ആളുകൾ, അത് ആണും പെണ്ണും ഉണ്ട് കേട്ടോ. ഒരു കുടുംബത്തിന് വേണ്ടി കുടുംബനാഥന് ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ എല്ലാവർക്കും പ്രതിഫലം ലഭിക്കും. അത് ചെയ്യാത്ത ആളുകൾ നിസ്കരിക്കാനായിട്ട് മുസല്ലയിലേക്ക് വരേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇസ്ലാമിക് സൊസൈറ്റിയിൽ മെമ്പറാകുവാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന് ചുരുക്കം. അതുകൊണ്ട് എല്ലാവരും ഉദ്ഹിയത്ത് ഇറക്കുക. ഇനി ബലിപെരുന്നാളിന് ഒരുങ്ങുന്നതിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ആവശ്യമില്ല, അത് വേണമെങ്കിൽ വിശദീകരിക്കാം, നമുക്ക് സമയമില്ല, 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ, അടുത്ത ആഴ്ചയാക്കാം. ഇനി
അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയാത്ത ഒരു ദുൽഹിജ്ജ മാസവും ഉണ്ടാവില്ല. മാത്രമല്ല ഇബ്രാഹിം നബിയെക്കുറിച്ച് സ്മരിക്കാത്ത ഒരു നമസ്കാരമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഗ്രഹം ചെയ്യണമേ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ചെയ്യണമേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇബ്രാഹിമിൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം പറഞ്ഞ, ഹാജറിൻ്റെ പ്രതീക്ഷകൾ കൊണ്ട് ഉറവയെടുത്ത, ഇസ്മായിലിൻ്റെ വിധേയത്വം കൊണ്ട് സ്നേഹപ്പെട്ട ഹജ്ജ് എന്ന മഹാസംഗമത്തിൻ്റെ കർമ്മസാക്ഷ്യത്തിലേക്ക് ജനകോടികൾ വരികയാണ്. നാഥ നീ സ്വീകരിക്കണമേ. കർമ്മവലയം തീർത്ത് സംരക്ഷിച്ച് നിലനിർത്തേണ്ടുന്ന ദൈവീക ആരാധനകളെ അനുസ്മരിക്കുന്ന ത്വവാഫും, ദൈവപ്രതീക്ഷകളിലേക്ക് നടന്നും ഓടിയും കയറുന്ന സഅയും, അനുവദിച്ച ആയുസ്സിലെ തയ്യാറെടുപ്പുകൾക്കുള്ള ഇടമായ മിനയും, അന്ത്യനാളിലെ മഹ്ശറയുടെ അനുസ്മരണമായ അറഫയും, മേലെ ആകാശവും താഴെ ഭൂമിയും, പിന്നെ അതിനുള്ളിലെ ദൈവാനുഗ്രഹങ്ങളോട് സംവദിക്കുവാനും അനുഭവിക്കുവാനും സാക്ഷ്യം പറയുവാനും കിട്ടുന്ന മുസ്ദലിഫയും, അടിമയാക്കുവാൻ ശ്രമിക്കുന്ന പൈശാചികതകളെ ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും എറിഞ്ഞു തുരത്തുന്ന ജംറകളും ഹജ്ജിൻ്റെ കർമ്മ ചലനങ്ങളാണ്. ഇതൊക്കെ എന്താ ഇങ്ങനെ എന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. അതായിരുന്നു ഹജ്ജിൻ്റെ ചരിത്രവും. ജല ശൂന്യമായ മക്കയുടെ ഉൾപ്രദേശത്ത് ഭാര്യയെയും കൈക്കുഞ്ഞായ മകനെയും തനിച്ചാക്കി ഇബ്രാഹിം പ്രവാചകൻ തിരികെ നടക്കുമ്പോൾ ഹാജർ ചോദിച്ചിരുന്നു, ഈ മരുഭൂമിയിൽ ഞങ്ങളെ തനിച്ചാക്കി നിങ്ങൾ പോകുകയാണോ? ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വന്നപ്പോൾ ഹാജർ കണ്ടെത്തിയ ഉത്തരവുണ്ട്. ഹാജർ കണ്ടെത്തിയ ഒരു യുക്തിയുണ്ട്. ഇത് ദൈവകൽപ്പനയാണോ എന്ന് ചോദിച്ചു. ഇബ്രാഹിം നബി തിരിഞ്ഞടന്നപ്പോൾ അള്ളാഹു അമറക്കെന്നാണ് ഹാജർ ചോദിച്ചത്. അള്ളാഹു പറഞ്ഞിട്ടാണോ ഈ സ്ഥലത്ത് ജനമില്ലാത്ത ജലമില്ലാത്ത മരുഭൂമിയിൽ എന്നെയും ഈ ചെറിയ കുഞ്ഞിനെയും വിട്ടിട്ട് നിങ്ങൾ പോകുന്നത് ഇബ്രാഹിം എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു ആമുറക്ക്, അള്ളാഹു ആണോ പറഞ്ഞത് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കാതെ കണ്ണുനീരിനിടയിലൂടെ ഉത്തരം കൊടുത്തു, നഅം, അതെ അള്ളാഹു ആണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഹാജറ പറഞ്ഞു, ഇനി എനിക്ക് പ്രശ്നമില്ല, ഇനി എൻ്റെ ദൈവം ഞങ്ങളെ കൈവിടില്ല, അതേ ദൈവം എന്നെ കൈവിടില്ല. മകൻ ഇസ്മായിലിനെ ബലി കൊടുക്കണമെന്ന് ദൈവിക കൽപ്പന ഉണ്ടായപ്പോൾ എന്തിനൊന്നൊരു ചോദ്യം ഉണ്ടായില്ല. പകരം ആ കർമ്മ പൂർത്തീകരണത്തിന് വേണ്ടി മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ആ വാപ്പയും മകനും ഒരുങ്ങുകയായിരുന്നു. ഫലമോ ദൈവപരീക്ഷണത്തിൽ വിജയിച്ച പിശാചിൻ്റെ എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളെയും വേരോടെ പിഴുതെറിഞ്ഞ ആ വിജയോത്സവത്തിൻ്റെ ഓർമ്മ പെരുന്നാളാണ് ഹജ്ജ്. കോടാനുകോടി വരുന്ന വിശ്വാസി ലോകം ആ മഹത്തായ ദിനങ്ങൾക്കായി വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ്. ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന എല്ലാവർക്കും മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ നാഥ. അവരുടെ യാത്രകളും കർമ്മങ്ങളും ഒരു പ്രയാസവും കൂടെ നിർവഹിക്കുവാനാകണമേ നാഥ. ആമീൻ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമുക്കുണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മെ ഇഷ്ടപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാട്ടിലും നാം ജനിച്ചു വളർന്ന നാട്ടിലും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദിനരാത്രങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവെ അനുഗ്രഹിക്കണ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണമേ തമ്പുരാനെ. അള്ളാഹുവെ വിശുദ്ധമായ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ആ സമയത്ത് കൂടുതൽ അമലുകൾ ചെയ്യുവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ, ആഫിയത്ത് നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമലിൻ വനഊദു ബിക മിനൻ നാർ വമാ യുഖർരിബു ഇലൈഹാ മിൻ ഖൗലിൻ വഅമലിൻ. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനനാ الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا. اللهم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم الأموات إنك سميع قريب مجيب الدعوات يا رب العالمين. وصلى الله على خير خلقه محمد صلى الله عليه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.